ഈ രാജ്ഭവൻ്റെ പത്രക്കുറിപ്പിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് മനഃപൂർവ്വം വിദ്യാഭ്യാസ മന്ത്രി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു എനിക്കെതിരായ സാധനം. ഞാൻ വാക്കൗട്ട് നടത്തുകയാണെന്ന് അടക്കം അദ്ദേഹം എഴുതി തയ്യാറാക്കി വായിച്ചു. എനിക്കും തോന്നി ആ കടലാസ് കണ്ടപ്പോൾ ഇനി എങ്ങാനും എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണോ എന്ന്. ഞാൻ വിചാരിക്കുന്നത് 2 ദിവസം മുമ്പ് എം വി ഗോവിന്ദൻ പറഞ്ഞ കുടുങ്ങിയ അബദ്ധത്തിൻ്റെ മറുമരുന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി RSSനെതിരെ ആഞ്ഞടിക്കുന്നു. ഇന്ന് രാജ്ഭവനിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ വളരെ കൃത്യമായി നിലപാട് പറഞ്ഞ് RSSനെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ RSSന് വിരുദ്ധരാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് വാക്കൗട്ട് എന്ന വാക്ക് ഉപയോഗിച്ച് പ്രോട്ടോക്കോൾ ലംഘനങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ട് മെനഞ്ഞാന്ന് നടന്ന ഒരു വലിയ അബദ്ധത്തിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ഇലക്ഷൻ ദിവസത്തെ അതിമനോഹരമായൊരു തന്ത്രമായി ഞാനിതിനെ കാണുന്നുണ്ട്. പോയിന്റ് നമ്പർ 1. 2, ഗവർണർ ആദ്യത്തെ വിവാദം ഉണ്ടാക്കുമ്പോൾ ഗവർണർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞൊരു കാര്യം, സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ വിളക്കൊളുത്തുന്ന പരിപാടിയില്ല, അതുകൊണ്ട് ഭാരതാംബ വേണ്ട. മറ്റ് പരിപാടികളിലാണെങ്കിൽ ഭാരതാംബ വേണം. അതൊരു പുതിയ നോർമലാക്കി ഗവർണർ പറയുകയായിരുന്നു. ഈ ഓരോ കാര്യത്തിലും അങ്ങനെ ഒരു ന്യൂ നോർമൽ വരും. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ രീതിയാണ്, നാളെ അത് ശാസ്ത്രമാണ്. അപ്പോൾ ഗവർണർ പറഞ്ഞു വയ്ക്കുന്നത് ഔദ്യോഗിക പരിപാടി ശരി വേണ്ട, വിളക്കില്ലല്ലോ, അതുകൊണ്ട് ഇതും വേണ്ട, പക്ഷേ മറ്റ് പരിപാടികളിൽ ഭാരതാംബ വേണം എന്ന് ഗവർണർ കഴിഞ്ഞ വിവാദത്തിന് ശേഷം ഒരു പുതിയ നോർമൽ ഫിക്സ് ചെയ്തു. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ അപകടകരമായ കാര്യം.